മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഹിജ്റ 522 സജിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ ജനിച്ചത്. മഹാന്റെ ജീവിതം വളരെയധികം സുന്ദരമായിരുന്നു. ഹിജ്റ 633 റജബ് മാസം 6-ാം തീയതി മഹാനവറുകൾ അജ്മീരിൽ വെച്ച് വഫാത്താവുകയും ചെയ്തു. എങ്ങനെയാണ് മഹാനവറുകൾ അജ്മീരിലെത്തിയത്? ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ സുൽത്താനായി എങ്ങനെയാണ് മഹാനവറുകൾ അവിടെ നിന്ന് മാറിയത്? എൻ്റെ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച നടത്തേണ്ടതുണ്ട്. വളരെയധികം വിശാലമായ ചരിത്രങ്ങളാണ്. പക്ഷേ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ എൻ്റെ പ്രിയമുള്ളവരെ പറയേണ്ടതുണ്ടെങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ 11ാമത്തെ വയസ്സ് കടന്നു വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് മരിക്കുകയുണ്ടായി, ലോകത്തോട് വിട പറയുകയുണ്ടായി. വല്ലാത്ത ധനികനായിരുന്നു, സൂക്ഷ്മജ്ഞാനിയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റിവെക്കുക എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ജീവിച്ചതാണ് പിതാവ്. അതിലൂടെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് ജനിക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് അജ്മീരിൽ ഖാജ റളിയല്ലാഹു തആല അൻഹു, ആ മഹാന്റെ പ്രിയമുള്ളവരെ അവസാനം ലോകത്തിന്റെ ഏറ്റവും വലിയ നായകനായെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുടെ ജീവിതം അങ്ങനെയായിരുന്നു. വളരെയധികം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന പിതാവ് അതാ പടച്ചവനെ അവിടുന്ന് ലോകത്തോട് വിട പറയുകയാ. അല്ലാഹു തആല ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്നു. എല്ലാ സമ്പത്തും അവിടുന്ന് അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. പടച്ച റബ്ബിന് വേണ്ടിയിട്ട് അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. എന്നാലോ പടച്ചവനെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം അവിടുന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അതാ വിട പറഞ്ഞു പോയ തൻ്റെ പിതാവ്, ആ പിതാവ് എങ്ങനെയാ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കാണിച്ചു തന്നത്. അല്ലാഹുവേ, അതിലൂടെ തന്നെ കടന്നു പോയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവര്. അതാ അല്ലാഹുവേ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാ. അതാ തൻ്റെ തോട്ടത്തിൽ അവസാനം അനന്തരം കിട്ടിയ പാടത്ത് തൻ്റെ സ്ഥലത്ത് ഇങ്ങനെ അവിടുന്ന് ജോലിയെടുത്തു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പടച്ചവനെ ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ മഹാനായ പണ്ഡിതന്, സൂഫി വര്യന്, അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ശൈഖ് ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ തൻ്റെ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഇങ്ങനെ മഹാനായ തങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ജോലിയെടുക്കുകയാണ്. അതാ ജോലിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാ മഹാനായ ശൈഖ് കടന്നു വരുന്നത്. പടച്ചവനെ കൊച്ചുകുട്ടിയാണല്ലോ. അവിടുന്നതായി മഹാനായ ശൈഖിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇബ്രാഹിം തങ്ങളെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് സലാം പറയുകയാ. അവിടുന്ന് കൈ പിടിക്കുകയാണ്. അല്ലാഹുവേ തന്റെ തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് കൊണ്ടുവന്നിട്ട് ആ തോട്ടത്തിലുള്ള പഴങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തു, വെള്ളം കൊടുത്തു. പടച്ചവനെ തന്റെ മുമ്പിലേക്ക് വന്നത് ഈ മഹാനായ മനുഷ്യനാണല്ലോ. അല്ലാഹുവേ ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് സേവകനം ചെയ്യുകയാണ് ആ പ്രിയപ്പെട്ട മഹാനായ ശൈഖ് ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് റളിയല്ലാഹു തആല അൻഹു. അതാവിടുന്ന് ഈ കൊച്ചുകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു പഴമെടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ വായിലിട്ട് ചവച്ചരക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് മഹാനായ തങ്ങൾ വാഴക്കകത്തേക്ക് വെച്ചു കൊടുക്കുകയാ. മഹാനവറുകൾ അത് കഴിക്കുകയാണ്. അല്ലാഹുവേ, അത് കഴിക്കേണ്ട താമസമതാ തന്റെ ശരീരത്തിന് വല്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. പടച്ചവനെ വല്ലാത്ത ആത്മാവ് ഇവിടുന്ന് വല്ലാതെ റബ്ബിലേക്ക് അടുക്കുകയാണ്. ഒരു ആത്മീയമായ പരിശുദ്ധി തന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. തന്റെ റൂഹിനതാ അവിടുന്ന് വല്ലാതെ അല്ലാഹുവിനെ ബന്ധം അടുക്കുകയാണ്. കാരണം ആ കാലഘട്ടത്തിലെ
ലോകത്തിലെ ഏറ്റവും വലിയ സൂഫിയായ മനുഷ്യനാണ് ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളാ കൊടുത്തത്. മഹാന്റെ ജീവിതത്തിൽ പടച്ചവനെ ഒരുപാട് നന്മകളെ കൊണ്ട് കടന്നു പോയ മഹാനാണല്ലോ. മഹാനവറുകൾ ഇതങ്ങൾ ചെയ്യുമ്പോ തങ്ങളവരുടെ മനസ്സിനകത്ത് വല്ലാത്ത കുളിർമ വരികയാണ്. പടച്ചവനെ, കുറച്ച് ദിവസങ്ങൾ കടന്നല്ലോ, അല്ലാഹുവേ തന്റെ ഹൃദയത്തിൽ ആത്മീയമായ പരിശുദ്ധി ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു ആത്മീയ യാത്ര പോകണമല്ലോ, ആത്മീയ യാത്ര പോകണമല്ലോ. എന്തേ ചെയ്തതെന്നറിയോ? തന്റെ പിതാവ് തനിക്ക് വെച്ച് പോയ സമ്പത്തുണ്ടല്ലോ, അതാ പടച്ചവനെ മുഴുവനും പടച്ചുറപ്പിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. എന്നിട്ട് അവിടുന്ന് ആത്മീയ ലോകത്തേക്ക് കടന്നു പോവുകയാണ്. പടച്ചവനെ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? മഹാനായ ശൈഖ് ഹുസാമുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അതാ മഹാന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പഠിക്കുകയാണ്. പിന്നെയും അവിടെ മഹാനവറുകൾക്ക് സേവനമനുഷ്ഠിച്ചു. അതാ ഇനൊരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തണമല്ലോ, ഒരു ആത്മീയ നേതാവിനെ കണ്ടെത്തണമല്ലോ. എന്നിട്ട് നേരെ പോയതെങ്ങട്ടെന്നറിയോ? മഹാനായ ശൈഖ് ഉസ്മാനുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മഹാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതാ 20 വർഷക്കാലം അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഗുരുവിന് 20 വർഷക്കാലം അവിടുന്ന് സേവനം അനുഷ്ഠിച്ചു. ഒരുപാട് ഖിദ്മത്ത് ചെയ്തു. ശൈഖ് ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തിരിക്കുകയാ. അവിടെ 20 വർഷക്കാലം നിന്നിട്ട് അതാ അവിടുന്ന് സേവനം അനുഷ്ഠിച്ച് അതാ ചിസ്തി ത്വരീഖത്ത് അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. മഹാന്റെ കയ്യിൽ നിന്ന് ചിസ്തി ത്വരീഖത്ത് സ്വീകരിച്ചു. എന്നിട്ടതാ നിന്നിട്ടില്ല എൻ്റെ പ്രിയമുള്ളവരെ, തീർന്നിട്ടില്ല എൻ്റെ പ്രിയമുള്ളവരെ. ആത്മീയ യാത്ര അങ്ങനെ മഹാനവറുകളെ തുടരുകയാണ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനെ കാണണമല്ലോ. ഖൽബിനകത്ത് വല്ലാത്ത ആഗ്രഹം വന്നു. മഹാനെ കാണാൻ വേണ്ടി പുറത്തു പോവുകയാണ്. അങ്ങനെ പടച്ചവനെ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ എവിടെയാ ഉള്ളതെന്നറിയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പല് അവിടുന്ന് നങ്കൂരമിട്ടിരുന്ന ജൂദി പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ മുകളിലാണ് മഹാനവറുകൾ ഇരിക്കുന്നത്. അതാ മഹാനവറുകളെ പോയി കാണുകയാണ്. അവിടുന്ന് സേവനം ചെയ്യുകയാണ്, ദുആ ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും അതാ അവിടുന്ന് ജീലാനി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇറങ്ങുകയാ. പിന്നെ ബഗ്ദാദിലേക്ക് പോയിട്ടുണ്ട്, മറ്റു നാടുകളിലേക്ക് മഹാനവറുകൾ പോയിട്ടുണ്ട്, മറ്റു ഒരുപാട് ശൈഖന്മാരുടെ ചാരത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്നൊക്കെ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്, അവിടുത്തെ പൊരുത്തം മേടിച്ചിട്ടുണ്ട്, അവിടുത്തെ ഒരുപാട് ആളുകളുടെ മഹാന്മാരുടെ കറാമത്ത് മേടിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ ത്വരീഖത്തുകൾ സ്വീകരിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പദവി വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാനവറുകൾ കടന്നു വരികയാ. ഇങ്ങനെ തന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് സമയം കണ്ടെത്തിയ മഹാനാ. ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ ബഹുമാനിച്ചതാ കാര്യമെന്ന് പറയുന്നത്. ആരാ കാലഘട്ടത്തിന് മഹാനവറുടെ മുമ്പിലേക്ക് കടന്നു വന്നത്? മഹാനായ ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് റളിയല്ലാഹു തആല അൻഹു. അതാ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്തു, മഹാനവറുകൾക്ക് സേവനം ചെയ്തു. അതാ പറയുന്നത് പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരായ ആളുകളുണ്ടല്ലോ,
അവരെ നമ്മൾ ബഹുമാനിച്ച, അവരെ നമ്മൾ ആദരിച്ച, അവരെ ബഹുമാനിച്ചവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത അവര് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാ. ഇരു ലോകത്തും നമുക്ക് വിജയിക്കാൻ അത് മതിയല്ലോ. പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ അത് മതിയല്ലോ. എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ നമ്മൾ അവിടെ നിന്ന് അകറ്റിവിട്ടാലും, നമ്മളെ കളിയാക്കിയാലും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിൽ അത് നന്മയാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടറിഞ്ഞുകൊണ്ട് നടന്നു പോയ മഹാനായ ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് റളിയല്ലാഹു തആലാവിന്റെ കയ്യിൽ പിടിച്ചു കൊച്ചുകുട്ടിയാണ് മഹാനവറുകൾ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾ അവിടെ നിന്ന് ഈ മനുഷ്യന്റെ, ഈ പണ്ഡിതന്റെ, മഹാനായ ശൈഖിന്റെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. തന്റെ തോട്ടത്തിൽ കൊണ്ടുവന്ന ആ തോട്ടത്തിലെ പഴങ്ങളും എല്ലാ കാര്യങ്ങളും അവിടുന്ന് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് സന്തോഷത്തോടു കൂടെ യാത്രയാക്കി. ആ യാത്രയാക്കുന്നതിന്റെ മുമ്പ് മഹാനവറുകൾ തന്റെ ഭാണ്ഡത്തിൽ നിന്നൊരു പഴമെടുത്തു. ഇതൊന്ന് ചവച്ചരച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഈ പൊന്നുമോന്റെ വായക്കകത്തേക്ക് വെച്ചു കൊടുത്തു. മനസ്സിലായ? ഈ പൊന്നുമോന്റെ വായക്കകത്തേക്ക് വെച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ആ വെച്ചു കൊടുത്ത് അവിടുന്ന് ദുആ ചെയ്തു. അതോടുകൂടെ മഹാനവറുകളുടെ ശരീരത്തിന്റെ, ആത്മാവിന്റെ വല്ലാത്തൊരു ശാന്തി, വല്ലാത്തൊരു അത്ഭുതം അവിടുന്ന് കടന്നു വന്നു. ഇതായിരുന്നു മഹാനായ അബ്ദുൽ ഖാദിർ തങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ വലിയ മഹത്വം. മനസ്സിലാക്കണം, ഇന്ന് മഹാനവറുകൾ എവിടെയാ ഉള്ളത്? ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് മഹാനവറുകളെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലേ അല്ലേ? പടച്ച റബ്ബേ, അല്ലാഹു തആല നമുക്ക് തന്ന വലിയൊരു അമാനത്ത, വലിയൊരു സ്വത്താണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ. അവിടുത്തെ ബഹുമാനിക്കണം, അവിടുത്തെ ആദരിക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ മഹാൻ കാട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലതാ മഹാനായ തങ്ങള് അതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രായമായ വൃദ്ധ അതാ ഓടി വരികയാ. ഇനി എനിക്ക് ആരുമില്ല തങ്ങളെ, എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന പൊന്നുമോന് മരണപ്പെടുകയാണ്. പടച്ചവനെ, ഇനി എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടു നടക്കാൻ ആരുമില്ലല്ലോ. അതാ വിഷമത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഈ ഉമ്മ അതാ മഹാനവറുകൾ പറയുകയാ, എവിടെയാണ് നിങ്ങളെ പൊന്നുമോനെന്ന് ചോദിക്കുകയാണ്. അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണിച്ചു കൊടുത്തു. തന്റെ മകന്റെ അടുത്ത് നിന്നിട്ട് അള്ളാന്റെ അനുമതിയോടുകൂടെ എണീക്കാൻ പറഞ്ഞു. പടച്ചവനെ, ആ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അവിടെ നിന്ന് സന്തോഷത്തോടു കൂടെയതാ, അവിടെ നിന്ന് സന്തോഷത്തോടു കൂടെയതാ ആ പ്രിയപ്പെട്ട പടച്ചവനെ തങ്ങളുടെ മുമ്പിൽ നിന്ന് സന്തോഷത്തോടെ കടന്നു പോവുകയാണ്. എന്തേ കാര്യമെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനതാ മഹാനായ തങ്ങൾ അവിടുന്ന് എണീപ്പിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടു പോയ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എണീറ്റ് വന്നിരിക്കുകയാണ്. മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ, തന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഒരു ഉമ്മ പറയാൻ, എന്റെ മകൻ മരിച്ചു തങ്ങളെ, ഞാൻ എന്ത് ചെയ്യും, എനിക്കാരുമില്ല വേറെ. മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവേ പടച്ചവനെ, നീ അള്ളാന്റെ അനുമതിയോട് കൂടെ എണീക്കാൻ. ആ മനുഷ്യൻ അവിടുന്ന് എണീറ്റു എന്ന് ചരിത്രം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം, മറ്റൊരു കറാമത്ത് കാണാം. മഹാനായ തങ്ങള് അതാ പടച്ചവനെ അക്രമകാരിയായിരുന്ന അതാ ഒരു യുവാവ്, പടച്ചവനെ അല്ലാഹുവേ, അക്രമകാരിയായിരുന്ന ഭരണാധികാരി അതാ പടച്ചവനെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ അവിടുന്ന് വല്ലാതെ മർദ്ദിക്കുകയാണ്. മർദ്ദിച്ചുകൊണ്ട് അവിടുന്ന് കൊന്നു കളയുകയാണ്. പടച്ചവനെ, ആ മനുഷ്യന്റെ മുമ്പില് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബം വന്നിട്ട് സങ്കടം പറയുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് അവിടുന്ന് ജീവൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആരാ കൊടുത്തതെന്റെ പ്രിയമുള്ളവരെ? മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസ
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ എൻ്റെ പ്രിയമുള്ളവരെ മഹാനവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതാ തൻ്റെ നാട്ടില് മജൂസിയായ തിന്നീനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകള് അല്ലാഹുവേ വർഷങ്ങളോളമായിട്ട് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാ. ആ തീ കെടാൻ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ തീയിനെ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ കടന്നു വന്നു അള്ളാന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ മഹാനവറുകൾ ചെയ്തതെന്തെന്നറിയോ? അവരോട് വിശ്വസിക്കാതെ വന്നപ്പോ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന തീയുണ്ടല്ലോ, ഈ കാണുന്ന തീയുണ്ടല്ലോ, ഈ തീയിനെ നിങ്ങൾ ആരാധിക്കുകയാണ്. ഈ തീയിനെ നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപദ്രവം ഏൽക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുമോ? അവർക്കറിയാം തീയിനകത്തേക്ക് ചാടിയാ കരിഞ്ഞു പോകും, കാലിട്ടാ കാല് കരിഞ്ഞു പോകും, കൈയിട്ടാ കൈ കരിഞ്ഞു പോകുമെന്ന് മഹാനവറുകൾ പറയുന്നു. നിങ്ങളുടെ കയ്യോ കാലോ നിങ്ങൾ അതിലേക്കൊന്ന് ഇടുമോ? പടച്ചവനെ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതൊന്ന് കാണിക്കുമോ? നിങ്ങളുടെ കൈയിടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലിടുമോ എന്നവിടെ നിന്ന് അവർ തിരിച്ചു ചോദിക്കുമ്പോ ആ ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവിടെ കൂട്ടത്തിൽ നിന്ന് പടച്ചവനെ ഒരു കുഞ്ഞിനെ മഹാനവറുകൾ പിടിച്ചു. ആ കുഞ്ഞുമായിട്ട് മഹാനവറുകൾ തീയിലേക്ക് എടുത്തു ചാടുകയാണോ? എന്നിട്ടോ നമ്രൂദിന്റെ തീകുണ്ടാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പായതുപോലെ അതാ മഹാനവറുകൾക്ക് അവിടെ നിന്ന് ആ തീകുണ്ടാരം തണുപ്പായി മാറുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ കറാമത്ത് കണ്ടിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് എത്രയോ ജനങ്ങളാ കടന്നു വന്നതെന്നറിയോ? അല്ലാഹുവേ, ഒരുപാട് മഹാന്മാര്, ഒരുപാട് പ്രവാചകന്മാര് എന്റെ പ്രിയമുള്ളവരെ ദീനിന്റെ ദഅവത്ത് നമുക്ക് മുമ്പിലൂടെ നടത്തിയിട്ടുണ്ട്. എന്നതുപോലെ മഹാനവറുകളും അവിടുന്ന് പടച്ചവനെ ദീനീ ദഅവത്തിന് വേണ്ടി അല്ലാഹു തആല അയച്ചതാണ്. ആ മഹാനവറുകൾ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാ എത്തിയത്? അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ എന്റെ പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നത്. മഹാനവറുകൾ ജീവിതത്തിൽ ഒരുപാട് കറാമത്ത് കാട്ടിയിട്ടുണ്ട്. മരിച്ചവരെ വരെ ജീവിപ്പിച്ചിട്ടുണ്ട്. തീകുണ്ടാരത്തിലേക്ക് എടുത്തു ചാടി. എന്തിനാ ചാടിയത്? എന്റെ പ്രിയമുള്ളവരെ, മജൂസിയായി തീനെ ആരാധിക്കുന്ന ആളുകൾ അവർക്ക് മുമ്പിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ്. ഈ കറാമത്ത് കണ്ട് ഒരുപാട് ആളുകൾ അള്ളാന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മഹാനവറുകൾ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നത്. അതും വലിയ ചരിത്രമാണ്, വലിയ സംഭവമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന് വേണ്ടി മഹാനവറുകൾ കടന്നു ചെന്നു. അതാ മക്കയിലും മദീനയിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഹജ്ജിന്റെ പരിപൂർണമായ പരിശുദ്ധമായ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് മഹാനായ തങ്ങളതാ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. പടച്ചവനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ അവിടെ നിന്നിങ്ങനെ വല്ലാതൊരു ക്ഷീണം. അവിടെ നിന്നിങ്ങനെ റൗളാ ഷരീഫിന്റെ ചാരത്ത് കിടന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു അവിടുത്തെ പുണ്യമായ പാദസ്പർശമേറ്റ ആ പുണ്യമായ മദീന മണ്ണിലൂടെ കടന്നു ചെന്നിട്ട് റൗളാ ഷരീഫിന്റെ ചാരത്ത് മഹാനവറുകൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അവിടെ നിന്ന് ഉറങ്ങുകയാണ്. അതാ പടച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന ലോകത്ത് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പോകണേ, ഇന്ത്യ രാജ്യത്തേക്ക് നിങ്ങൾ പോകണമെന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനവറുകളോട് പറയുകയാണ്. അവിടുത്തെ ജനങ്ങൾ വല്ലാതെ
വല്ലാതെ പ്രയാസത്തിലാണ്, അന്ധകാരത്തിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങൾ വഴിവിളക്ക് കായിക്കൊണ്ട് മാറണമെന്ന് അതാ ഹിന്ദുസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. മഹാനവറുകൾ പറയുന്നു, എനിക്ക് വഴിയറിയില്ലല്ലോ. അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി പറഞ്ഞു, എല്ലാം കാണിച്ചു കൊടുത്തു. മഹാനായ തങ്ങളും 40 അനുയായികളും അതാ പടച്ചവനെ പുറപ്പെടുകയാണ്. ഇന്ത്യ രാജ്യത്ത് വന്നു. പടച്ചവനെ ഒരു ഹിജ്റ 561 മുഹറം മാസത്തിലാണ് മഹാനവറുകൾ അജ്മീരിലെത്തിയത്. അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കാണ്. പുന്നാര നബി തങ്ങൾ പറയാണ്, നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പോകണം. അങ്ങനെയാണ് മഹാനവറുകൾ അജ്മീരിലെത്തിയത്. അജ്മീരിൽ നിന്നും മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇന്ത്യ രാജ്യത്ത് പടച്ചവനെ കടന്നു വന്ന അക്രമകാരികളായ ഭരണാധികാരികളുണ്ട്. സാധാരണ പടച്ചവനെ എല്ലാ ഭരണാധികാരികളും അല്ലാഹുവേ പരിശുദ്ധമായ അജ്മീർ ഖാജാ തങ്ങളെ കാണാതെ പടച്ചവനെ അവിടുന്ന് പോയിട്ടില്ല. ഇന്നും ഇന്ത്യ ഭരിക്കുന്നത് മഹാനായ തങ്ങളാണ്. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞ് അവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ അതിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് പോലും, ഖബറിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് പോലും ഈ ഇന്ത്യ രാജ്യത്ത് അവിടുന്ന് ഭരിക്കുന്നത് മഹാനാണ്. അതുകൊണ്ടാണ് പടച്ചവനെ പല നിയമങ്ങളും പലതും ഇവിടെ ചെയ്യുമ്പോ ഈ ഹാജാ തങ്ങളുടെ മണ്ണിൽ നിന്ന് പലർക്കും പലതും ചെയ്യാൻ കഴിയാത്തത്. ഇന്ത്യ രാജ്യത്ത് വരുന്ന ഓരോ പ്രധാനമന്ത്രിമാരും എന്റെ പ്രിയമുള്ളവരെ ഫാഷിസത്തിന്റെ കൊടി പിടിച്ചിട്ട് മുസ്ലിമീങ്ങളെ കാണുമ്പോ വെട്ടുന്നവരും കൊല്ലുന്നവരും. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. യുപിയില് പടച്ചവനെ മുസ്ലിമീങ്ങളായി അവിടുന്ന് കച്ചവടം നടത്തുന്ന ആളുകളെ മുഴുവനും കട ഒഴിപ്പിക്കുന്നു, അവരടിക്കുന്നു, അവരെ ചീത്ത പറയുന്നു, തെറിവിളിക്കുന്നു, സ്ത്രീകളെ മർദ്ദിക്കുന്നു. ഇങ്ങനത്തെ ഒരു വീഡിയോ എന്റെ പ്രിയമുള്ളവരെ കാണാനിടയായി. എന്ത് ചെയ്തിട്ടെന്തടോ, ഒരു സമയത്ത് എല്ലാം അല്ലാഹു തആല തകിടം മറിപ്പിക്കും, അല്ലെ? തകിടം മറിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഹാജാ തങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വപ്ന ലോകത്ത് മുത്തുനബിയ കടന്നു വന്നത്. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവേ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരാൻ, അജ്മീരിലേക്ക് വരാൻ, ഹിന്ദുസ്ഥാനിലേക്ക് വരാൻ അവിടുന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ 40 ആളുകളുമാണ് എന്റെ പ്രിയമുള്ളവരെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അദ്ദേഹം മഹാനവറുകൾ ഇറങ്ങി, മഹാനവറുകൾ വന്നു. ആ സമയത്താണ് അനാസാഗർ നദീ തടാകത്തിന്റെ അടുത്തെത്തിയത്. പടച്ചവനെ, അതിൽ ചില ആളുകൾ വിശുദ്ധമായി കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു മരച്ചുവടുണ്ട്. അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ വിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അതാ പടച്ചവനെ ഒരാള് കടന്നു വന്നുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ വിശ്രമിക്കരുത്, ഇത് രാജാവിന്റെ ഒട്ടകങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. അല്ലാഹുവേ, അവരെ അവിടെ നിന്ന് ആട്ടിവിടുകയാണ്. വളരെ ദേഷ്യത്തോടു കൂടെ അവിടെ നിന്ന് ആട്ടിവിടുകയാണ്. മഹാനായ തങ്ങള് വളരെ വിനയത്തോടു കൂടെ പറഞ്ഞു, പക്ഷേ ഒരിക്കലും തന്നെ ആ ഒട്ടകങ്ങൾ അവിടെ പടച്ചവനെ ആക്കാതവർക്ക് അവിടെ നിന്ന് അല്ലാഹുവേ മനസ്സ് വന്നില്ല. തങ്ങൾ അവിടെ നിന്ന് വല്ലാതെ ധിക്കരിക്കുകയാണ്. മഹാനായ തങ്ങള് അത് അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ ഒട്ടകം അവിടെ നിൽക്കട്ടെ, ഇനി ഒരിക്കലും അത് എണീക്കാതിരിക്കട്ടെ. പടച്ചവറബ്ബെ അങ്ങനെ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. ഒട്ടകങ്ങളെ മുഴുവനും പടച്ചവനെ അവിടെ നിന്ന് തൊളിക്കുകയാണ്. അതാ സ്ഥലത്ത് തന്നെ എവിടെയായിരുന്നു ഒട്ടകം നിന്നിരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ, തോയന്മാര്, പടച്ചവനെ ഈ രാജാവിന്റെ ഭടന്മാർ, ആ കാലികളെ നോക്കുന്ന ആളുകൾ ആ ഒട്ടകത്തെ ഇങ്ങനെ അടിക്കുന്നുണ്ട്, എണീക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അവരെ ഇടിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ഒട്ടകങ്ങൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. കാരണം എന്തെന്നറിയോ? മഹാന്റെ വാക്കാണ്, മഹാനവറുകളുടെ വാക്കാ. പ്രിയമുള്ളവരെ, ഒട്ടകം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, ആ വാക്കായി നിന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു. അങ്ങനെ രാജാവിന്റെ മുമ്പിലെത്തി ഈ വിവരം അറിഞ്ഞോ? പടച്ചവനെ, ഈ മനുഷ്യന്മാർ ചില്ലറക്കാരല്ല, ഈ സംഘം എന്നവർ തിരിച്ചറിഞ്ഞോ? മഹാനായ മനീഷിയായ ഖാജ തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്.
എന്നിട്ട് അവിടെ നിന്ന് മാപ്പ് പറയുകയാണ്. മഹാന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. ആ സമയത്തെന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ ഇത് പറയുകയാണ്, എങ്കിൽ ഞാൻ ഒട്ടകങ്ങളോട് നിങ്ങൾ പറയണം, ഞാൻ അവിടെ നിന്ന് എണീക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം എന്ന് പറയേണ്ട താമസം അതാ. അതുപോലെ ഈ വേലക്കാര് വന്നുകൊണ്ട് പറയുകയാണ്, അവിടെ നിന്ന് ഖാജാ തങ്ങൾ നിങ്ങളോട് എണീക്കാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, അത്ഭുതമെന്ന് പറയട്ടെ, ആ കിടന്നിരുന്ന ഒട്ടകങ്ങൾ മുഴുവനും അവിടെ നിന്ന് എണീക്കുകയാണ്. അവിടെ വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഈ കറാമത്ത് കണ്ട് അത്ഭുതം കണ്ടിട്ട് ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തേ കാരണം? എൻ്റെ പ്രിയമുള്ളവർ, ഈ കറാമത്ത് അവിടെ നിന്ന് കണ്ടതാണ്. മനസ്സിലായോ? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ അനാസാഗർ കുളത്തിൽ നിന്ന്, ഈ നദീ തടാകത്തിൽ നിന്ന് അവിടെ നിന്ന് വെള്ളമെടുക്കുന്നുണ്ട് ഇവര് എന്നറിഞ്ഞപ്പോ അവിടുത്തെ രാജാവിന്റെ മുമ്പിലേക്ക് ആളുകൾ ചെന്നിട്ട് പരാതി പറയുകയാണ്. എന്തേ പരാതി എന്നറിയോ? നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതിൽ നിന്നവർ വെള്ളമെടുക്കുകയാണ്. ആ രാജാവ് ഇതറിഞ്ഞു. പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അന്ന്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. പൃഥ്വിരാജ് ചൗഹാൻ ഈ വിവരം അറിഞ്ഞപ്പോ അവരെ വിലക്കുകയാണ്. ഒരിക്കലും ഇതിൽ നിന്ന് വെള്ളമെടുക്കരുത്, ഒരിക്കലും ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്ന് ഹാജാ തങ്ങൾ അവിടുന്ന് വിലക്കി. ഹാജാ തങ്ങൾക്ക് വിഷമമായി. ഹാജാ തങ്ങൾ തന്റെ ശിഷ്യനോട് പറഞ്ഞു. അതാ തന്റെ ശിഷ്യനോട്, തന്റെ മുരീദിനോട് പറയുന്നു, നിങ്ങളൊരു കോപ്പ വെള്ളം അതിൽ നിന്നങ്ങ് എടുക്കണേ. പടച്ചവനെ, ഒരു കോപ്പ വെള്ളം എടുത്തപ്പോ അതിലുള്ള മുഴുവനും വെള്ളമതാ വറ്റിപ്പോവുകയാണ്. ആ വെള്ളം, ആ തടാകത്തിലെ വെള്ളം വറ്റിയെന്ന് മാത്രമല്ല, ആ നാട്ടിലെ നാൽക്കാലികളുടെ അകിടിലെ പാല് മുഴുവനും വറ്റുകയാണ്. തീർന്നില്ലല്ലോ, ഗർഭിണികളായ മുലയിൽ പാലുള്ള സ്ത്രീകളുടെ മുലപ്പാല് വരെ വറ്റിപ്പോയി. ഒരാൾക്കും കുടിക്കാൻ വെള്ളമില്ല, വല്ലാതെ പ്രയാസത്തിലായി മാറുകയാണ്. എന്തുണ്ടായത്? എന്റെ പ്രിയമുള്ളവരെ, ഹാജാ തങ്ങൾ അവിടുന്ന് ഒരു കോപ്പയിൽ വെള്ളം എടുക്കാൻ പറഞ്ഞു. നദിയിലെ വെള്ളം വറ്റി, കാലികളുടെ അകിടിലെ പാല് വരെ വറ്റി, സ്ത്രീകളുടെ മുലയിലെ പാല് വറ്റി, എല്ലാം സംഭവിച്ചു. ഇതറിഞ്ഞ് രാജാവിന്റെ മാതാവ് പൃഥ്വിരാജ് ചൗഹാനോട് അവിടുന്ന് പറയുന്നുണ്ട്, ആ മനുഷ്യൻ ചില്ലറക്കാരനല്ല, അതൊരു മഹാനാണ്. നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണമെന്ന് തന്റെ മകൻ, തന്റെ മാതാവ് പടച്ചവനെ രാജാവിനോട് പറയുകയാണ്. രാജാവ് അവിടുന്ന് അത് കേട്ടില്ല, അതിനെ വിസമ്മതിക്കുകയാണ്. അവിടുന്ന് അല്ലാഹുവേ മഹാനവറുകളെ കളിയാക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചെയ്ത കാര്യം എന്തെന്നറിയോ? അന്നത്തെ ഏറ്റവും വലിയ പടച്ചവനെ മല്ലനായ, എല്ലാ കാര്യത്തിലും പടച്ചവനെ അഗ്രഗണ്യനായ, അവിടുന്ന് ഗുസ്തിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിപുണനായ അന്നത്തെ അജയ് പാൽ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ മല്ലനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് തങ്ങളോട് നേരിടാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹത്തോട് എന്റെ പ്രിയമുള്ളവരെ നേരിട്ടോ. അജയ് പാൽ അവിടെ നിന്ന് കടന്നു വന്ന് തങ്ങളോട് നേരിട്ടോ. പക്ഷേ തങ്ങളുടെ ജീവിതത്തിൽ പടച്ചവനെ അല്ലാഹു ഉണ്ടടോ.
അദ്ദേഹത്തിന്റെ മഹാനായ തങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടുന്ന് പുലിയുടെ തോലിങ്ങനെ അണിഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ തുടങ്ങിയത്രേ. തങ്ങളോട് പല പല രീതിയിലും അദ്ദേഹം ഏറ്റുമുട്ടാൻ തുടങ്ങി, പലതും മത്സരിക്കാൻ തുടങ്ങി. മഹാനായ തങ്ങളുടെ മുമ്പിൽ എങ്ങനെ മത്സരിച്ചിട്ട് കാര്യമുണ്ടോ? അവിടുന്ന് അവർക്ക് എത്താൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തങ്ങളതാ തന്റെ ചെരുപ്പിനോട് പറയുകയാ, അവന്റെ പിരടിക്ക് പോയിട്ടൊന്നു കൊടുക്ക. മഹാനായ തങ്ങളുടെ ചെരുപ്പ് അവിടുന്ന് കാലിൽ നിന്ന് ഊരിയിട്ട് അവിടുന്ന് സ്വയം പോയിട്ട് ആ മനുഷ്യന്റെ പിരടിക്കടിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അജയ്പാൽ എന്ന് പറയുന്ന മല്ലന്നതാ താഴെ വീണോ. ഇതിങ്ങനെ ജനങ്ങൾ കാണുകയാണ്. ഈ അജയ്പാൽ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ ഏറ്റവും വലിയ മല്ലനാണല്ലോ. അവനെ പോലും കീഴ്പ്പെടുത്തിയവന് ഏറ്റവും വലിയവനാണെന്ന് രാജാവിന് മനസ്സിലായപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവ് ഇവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഈ അടിയങ്ങട്ട് കിട്ടിയപ്പോ അജയ്പാൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു. ഇത് കണ്ട് ഇനി രക്ഷയില്ല. ധീരൻ അവിടുന്ന് കീഴടങ്ങിയിട്ടുണ്ട്. ഇനി രാജാവിന് രക്ഷയില്ല. രാജാവും പറഞ്ഞു, പടച്ചവനെ, ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. രാജാവ് ഇവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തേ കാരണം? ഒന്ന് ആലോചിക്കാൻ നിങ്ങൾ. മഹാനവറുകളുടെ ഏറ്റവും വലിയ കറാമത്ത് ഇത് കണ്ട് പല ആളുകളും അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത്രക്കും വലിയ കറാമത്തിന്റെ ഉടമയായ മഹാനവറുകളുടെ ആണ്ട് ദിനമാണ് എൻ്റെ പ്രിയമുള്ളവരെ നാളെ. അല്ലാഹു തആല മഹാന്റെ പൊരുത്തം അല്ലാഹു നമ്മിൽ നൽകട്ടെ. എല്ലാവരും അവിടുന്ന് തന്റെ ദാഠ്യമൊക്കെ അവസാനിപ്പിച്ച ഭരണാധികാരി, ആ ഭരണാധികാരി പടച്ചവനെ അവിടുന്ന് തന്റെ ദാഷ്ട്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു എന്നറിഞ്ഞപ്പോ മഹാനായ തങ്ങൾ തന്റെ ശിഷ്യനോട്, തന്റെ മുരീദിനോട് പറഞ്ഞു, നിങ്ങൾ ആ കോപ്പയിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുത്തിട്ട് ആ തടാകത്തിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കും. എടുത്തെടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ ഒഴിക്കാൻ പറഞ്ഞു. മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട മുരീദ് അതുപോലെ ചെയ്തു. കൊണ്ടുപോയിട്ട് ഒഴിച്ചു. സാധാരണ പോലെ എങ്ങനെയാണോ ആ നാട്ടിൽ ആ വെള്ളമുണ്ടായി, ആ നദിയിലെ വെള്ളം പഴയതുപോലെ തന്നെ ആയി. അതുപോലെ തന്നെ മുലപ്പാല് പറ്റിയ സ്ത്രീകളുടെ മുലയിൽ പാല് വന്നു, കന്നുകാലികളുടെ അകടിൽ പാല് വന്നു, പ്രയാസങ്ങൾ തീണ്ടി എല്ലാം മാറി. എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് വളരെ റാഹത്തായി. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ, മഹാനവറുകളുടെ ജീവിതം എത്ര വലിയ മഹത്വമാണ്. അങ്ങനെ മഹാന്റെ കറാമത്ത് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് നാളത്തെ ദിനം മഹാന്റെ ആണ്ട് ദിനമാണ്. ഒരുപാട് കറാമത്ത് കാട്ടിയ മഹാനാണല്ലോ. ഹിജ്റ വർഷം 633 റജബ് ഒരു തിങ്കളാഴ്ച രാത്രിയിലാണ് എന്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത്. അതും റജബ് ഒരു 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇശാ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. മഹാനവറുകൾ അന്നത്തെ ദിവസം പടച്ചവനെ ഒറ്റയ്ക്ക് ഇബാദത്തിന് വേണ്ടിയിട്ട് റൂമിൽ കയറുകയാണ്. അവിടെ നിന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയോ ഉള്ളിൽ പോകുന്നതൊക്കെ പറയുന്നത് പോലെയുണ്ട്. പടച്ചവനെ ആരോടൊക്കെയോ സംസാരിക്കുന്നു, തിരിച്ചും പറയുന്നു. വല്ലാത്ത ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കേൾക്കാത്ത സ്വരങ്ങൾ. അങ്ങനെ മഹാനവറുകൾ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരാതിരുന്നപ്പോൾ അതാ തന്റെ ശിഷ്യന്മാര്, തന്റെ അല്ലാഹുവേ കൂടെയുള്ളവർ അവിടുന്ന് വാതില് തുറന്നു നോക്കുമ്പോൾ മഹാനവറുകൾ വഫാത്തായിട്ടുണ്ട്, ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. തന്റെ നെറ്റിത്തടത്തിൽ അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ അവിടുന്ന് പടച്ചവനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഹാദാ ഹബീബുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്. മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞതാണ്. എന്തെന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഒരു പ്രകാശത്താൽ നെറ്റിയിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്.
ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചവരെ ബഹുമാനിച്ചാൽ അല്ലാഹുവേ പടച്ച റബ്ബ് നൽകുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാന്റെ ബഹുമാനം, അല്ല ബഹുമാനിച്ചവർ, അള്ളാന്റെ ഔലിയാക്കൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറഞ്ഞു. തോട്ടത്തിൽ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ. മഹാനായ ശൈഖ് ഇബ്രാഹിം ഇബ്നു മജ്ദൂബ് തങ്ങൾ കടന്നു വരികയാണ്. മഹാനവറുകളെ കയ്യെ പിടിച്ചു, സേവനം ചെയ്തു, ഭക്ഷണം കൊടുത്തു. അവിടുന്ന് തിരിച്ചു കൊടുത്ത ഒരു ദുആയാണ്. അവിടുന്ന് വായക്കകത്തിട്ട് ചവച്ചിട്ട് തന്റെ ഭാണ്ഡത്തിൽ നിന്ന് കൊടുത്ത പഴം തന്റെ നാവിലേക്ക് വെച്ചു. തന്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, തന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അകത്തളത്തിൽ വല്ലാത്ത മാറ്റമാ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമയ്യു അള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ചില മനുഷ്യരും അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. അള്ളാന്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കറാമത്ത് കാട്ടുന്ന അള്ളാന്റെ ഔലിയാക്കൾ ദീനിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറഞ്ഞു വിടുന്നവരാണല്ലോ. അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അത് തഖ്വയുള്ളവന്റെ അടയാളമാണ്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമയ്യു അള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ അടയാളങ്ങൾ, ശിആറുകൾ ആരാ ബഹുമാനിക്കുന്നത്? അവന് തഖ്വയുള്ളവനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ അതാണ് മനസ്സിലാക്കണം. അള്ളാഹു ബോധം നൽകട്ടെ. മഹാന്റെ പൊരുത്തത്തിലായി നമ്മെ എല്ലാവരെയും അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ പാപക്കറകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർ അള്ളാഹു നമ്മെ എളുപ്പെടുത്തട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ മഹാനായ ഹാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. നന്മയുള്ള ജീവിതം, നന്മയാർന്ന പ്രവർത്തനങ്ങൾ നയിക്കാൻ, നന്മയുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. മരിക്കുന്നത് വരെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാർ അള്ളാഹു ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനവറുകളുടെ പൊരുത്തം അല്ലാഹു നമ്മിലെല്ലാവരിലും അല്ലാഹു നൽകട്ടെ. മഹാന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് നന്മകൾ, അവിടത്തേക്കുള്ള ഫാത്തിഹകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അധികരിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. നമുക്ക് വിജയമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് മഹാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മഹാനെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുക. കഴിയുന്നവരൊക്കെ സിയാറത്തുകൾ ചെയ്യുക. നമ്മളൊക്കെ യാത്ര പോകും അല്ലേ? ഊട്ടിക്കും മൈസൂരുക്കും കൊടൈക്കനാലൊക്കെ നമ്മൾ പോകും. പക്ഷേ ഇങ്ങനെയുള്ള മഹാന്മാരെയും കൂടെ നമ്മൾ സിയാറത്ത് നടത്തണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. അല്ലാഹു ബോധം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ, വേദനകൾ അല്ലാഹു തആല മാറ്റി തരട്ടെ.